ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. മാതിരി കളിയെ കളിക്കണെന്നോ? അവന് ഗൺ സ്കിന്നുകൊണ്ടാണോ? മൂവ്മെന്റ് സ്പീഡ് കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ അടിക്കലടി മൊത്തവും തലമൊക്കെ അവനെ കൊള്ളുന്നു കേട്ടോ. അത് ക്യാരക്ടറാണ് ഫുള്ള് പവർ, ഫുള്ള് മാക്സ് ആണേനും. എൻ്റെ ആണ് വലിയ മാക്സ് ഒന്നുമല്ല. അവൻ്റെ ആണ് ഫുള്ള് മാക്സ് ആണേനും. അതുപോലെ തന്നെ പിന്നെ ഗൺ സ്കിന്നും അത്യാവശ്യം അവർക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തോന്നുന്നു അവൻ ഇമാതിരി കളി കളിക്കണമെന്നുണ്ട്. അവൻ നല്ല കളി കളിക്കുന്നുണ്ട്. അവൻ ഇമാതിരി കളി അവൻ കളിക്കണം നോക്കി നോക്കാം. അവന് ഓരോ അടി അവൻ്റെ പവർ കളിയാണ് അവന്. ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ കാലത്തേക്ക് അധികം ഓഫറുകളും റിവാർഡുകളുമായി നമ്മളെ റമ്മി സർക്കിൾ വീണ്ടും തിരികെ വന്നിരിക്കുകയാണ്. നിങ്ങളുടെ കഴിവുകൾ കാണിക്കാനുള്ള സുരക്ഷിതമായ 100% നിയമാനുസൃതമായ ഒരു അടിപൊളി ആപ്പ് തന്നെയാണ് നമ്മൾ റമ്മി സർക്കിൾ എന്ന് പറയുന്നത്. നിങ്ങൾക്കിവിടെ റമ്മി കളിക്കും, അതുപോലെ തന്നെ പണം സമ്പാദിക്കാൻ പറ്റും. നമ്മുടെ റമ്മി സർക്കിളും സുരക്ഷിതമായ ഒരു അടിപൊളി ആപ്പ് തന്നെയാണ്. ഇവിടെ 1 കോടിയിലധികം ആക്റ്റീവ് പ്ലേയേഴ്സിനെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് റമ്മി കളിക്കാൻ വൈക്കില്ലെങ്കിൽ നമുക്ക് ക്യാഷൊക്കെ സമ്പാദിക്കാൻ പറ്റും. പ്രാക്ടീസ് ഗെയിമുകൾ അവൈലബിൾ ആണ്, അതൊക്കെ കളിച്ച് നമുക്ക് ക്യാഷുകൾ സമ്പാദിക്കാൻ പറ്റും. അതുപോലെ നമ്മൾ ഫോൺ പേ, പേടിഎം, ക്രെഡിറ്റ്, ഡെബിറ്റ് എന്തും വാങ്ങിയിട്ട് നമുക്ക് ക്യാഷുകൾ ഡെപ്പോസിറ്റ് ചെയ്യാം, അതുപോലെ തന്നെ വിഡ്രോ ചെയ്യാനൊക്കെ അടിപൊളി ആപ്പ് തന്നെയാണ് നമ്മൾ റമ്മി സർക്കിൾ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ആദ്യ ഡെപ്പോസിറ്റ് തന്നെ 2000-ഓളം ബോണസായിട്ട് നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ നമ്മളെ ഫോണിൽ തന്നെ സ്മൂത്ത് ആയി തന്നെ നമ്മൾ റമ്മി സർക്കിൾ കളിക്കാനും പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ ആപ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് 2000 രൂപത്തോളം നമുക്ക് വെൽക്കം ബോണസ് ലഭിക്കും. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ കയറിയിട്ട് എല്ലാവരും തന്നെ കയറിയിട്ട് നമ്മൾ റമ്മി സർക്കിൾ ഡൗൺലോഡ് ചെയ്യുക, ഗെയിം കളിക്കുക, പണം നേടുക. This game involves an elements of financial risks and may be addictive. Please play responsibly at your own risks. എന്തായാലും അവന് വലിയ ഗൺ സ്കിന്നുകൊണ്ടല്ല അവന് ഇമാതിരി കളി കളിക്കണേ. അവനക്ക് ശരിക്കും ഇതില്ലാണ്ട് അവൻ കളിക്കണം. എൻ്റെ മുന്നിലൊക്കെ അവൻ വരണം നോക്കിയത്. ഞാൻ അവൻ്റെ തലമന്ന് അടിച്ചങ്ങ് പൊടിക്കും. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക? അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരമാണല്ലോ. അവൻ ഇൻവൈറ്റ് ചെയ്യുക. അവൻ ഇൻവൈറ്റ് ചെയ്ത് പറയാം, നീ ഡേറ്റ് ഉണ്ടെങ്കിൽ സ്കിന്നുകളൊക്കെ ഓഫാക്കിയിട്ട് കളിക്കാണ്ട് വരാൻ പറയാം. അപ്പോൾ അവൻ വരുമല്ലേ നോക്കാമല്ലോ, നമുക്ക് ബാക്കി അനുസരിച്ച് ചെയ്യാമല്ലോ. എന്തായാലും അവൻ്റെ ചെറിയൊരു ചലഞ്ച് പോലും ചെയ്ത് നോക്കാം. വരുമോ നോക്കാം. അവൻ ആണാണെങ്കിൽ അവൻ വരണം. അവൻ ഓൺലൈനിൽ ഉണ്ടെന്ന് നോക്കട്ടെ, ഒന്നുകൂടെ ഇൻവൈറ്റ് ചെയ്ത് നോക്കട്ടെ അവനോടെ. വന്നല്ലോ. എടാ എന്തടാ കിടന്ന് ചാവണേ? എന്താണ് നിനക്ക് എൻ്റെ ഇപ്പം കളിച്ചിട്ട് തോറ്റൊന്നും പോരെ? എന്നിട്ട് ഇനി വന്ന് കട നീ അതിനൊക്കെ തന്നെയാണ് നീ ഇൻവൈറ്റ് ചെയ്യല്, അല്ലാണ്ട് വേറെ ഒന്നിനൊന്നുമല്ലല്ലോ. എന്താ വേണ്ടത് നിനക്ക്? എടാ നിന്റെ കളിയൊക്കെ ഞാൻ എല്ലാവർക്കും ഇവിടെ അറിയുന്നത് തന്നെ കേട്ടോ. നീ ഗൺ സ്കിൻ ഉണ്ടെങ്കിൽ മാത്രമുള്ള ലോക്കിൻ്റെ കളി കളിക്കുക, അതേപോലെ ഗൺ സ്കിന്ന് ഇല്ലെങ്കിൽ നീ ഒരു കളിയും കളിക്കൂല എന്നൊക്കെ ഇവിടെ നാട്ടിൽ ഭയങ്കര സംസാരമാണ്. ഇതൊക്കെ സത്യമാണോടാ? ആരോടാ അങ്ങനെ പറഞ്ഞത്? ആരാ അങ്ങനെ പറഞ്ഞത്? നീ ഉണ്ടാക്കി പറയല്ലേ? അങ്ങനെ പറഞ്ഞത് ആരാണ്? ഇങ്ങനെ പറഞ്ഞവരാണെങ്കിൽ പോലെ മുഞ്ഞക്കനെ വിളിച്ച് ഞാൻ അവർക്ക് ബാക്കി സംസാരിക്കാം. എടാ എന്നോട് പറഞ്ഞ ആളുണ്ടല്ലോ, എൻ്റെ പേര് പറയല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് അവൻ്റെ പേര് പറയാത്തത്. എന്നെ അതിനൊന്നും കിട്ടത്തില്ല. ഞാൻ പറഞ്ഞത് സത്യമാണോ? സത്യമല്ലേ? അത് നീ പറയേ. അതൊക്കെ കള്ളാണ്, അതൊക്കെ കള്ളാണ്. പറഞ്ഞ സത്യമൊന്നുമല്ല. നീ വെറുതെ വിശ്വസിക്കാൻ നിൽക്കുന്നത്. എന്നാ ധൈര്യം നീ വന്ന് പോരുന്ന നമുക്കൊരു ക്ലാസ് കൂട്ട് കളിക്കാം, അതിൽ ആരെ കൂടുതൽ കില്ലെടുക്കാൻ നോക്കാം. നിനക്കിപ്പോൾ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ലേ നീ ഇപ്പം എന്നോട് ഒന്ന് പറഞ്ഞത്. ആയിക്കോട്ടെ, സമ്മതിച്ചു, നമുക്ക് കളിക്കാം. നമുക്ക് കളിക്കാം, ആരെ കൂടുതൽ കില്ലെടുക്കാൻ നോക്കാം. നീ ഗൺ സ്കിൻ ഇല്ലെങ്കിൽ നീ എന്ത് കളിയാണ് കളിക്കാൻ നോക്കാം. അത് ആദ്യത്തിന് ഇട്ടിട്ട് വാ, എന്നിട്ട് ഗൺ സ്കിന്നൊക്കെ ഓഫാക്ക്, എന്നിട്ട് കളിക്കുക. ആയിക്കോട്ടെ, ഞാൻ നിന്റെ വെല്ലുവിളി സ്വീകരിച്ചിരിക്കുന്നു. വാ നമുക്ക് കളിക്കാം. ഇതിൽ ആരാ കൂടുതൽ കില്ലെടുക്കുക, ആരാ ജയിക്കാന്ന് ഒന്ന് നമുക്ക് കാണാലോ. ആയിക്കോട്ടെ, വാ. ഓക്കെ, നിനക്ക് എൻ്റെ കളി അറിയാലോ. എനിക്ക് വല്ല രീതിയിൽ കളിക്കാൻ വൈകാത്തൊന്നുമല്ല, പക്ഷെ നിന്നോട്ടുള്ള ഒരു ചലഞ്ചാന്ന് കൂട്ടിക്കോ. ഞാൻ അങ്ങനെ എനിക്ക് കുഴപ്പമില്ലാണ്ട് രീതിയിൽ ഞാൻ കളിക്കാൻ പറ്റും നോക്കാം. ഓക്കെ? ഓക്കെ, നീ പോയിട്ടിട്ട് വാ. ഞാൻ എന്തായാലും പോയിട്ട് ക്യാരക്ടർ മാറ്റിട്ടെ. ഇവിടെ നമ്മൾ മുത്ത ഇവിടെ ആദ്യത്തിലിട്ടു. അതിന് മോദ കിടക്കട്ടെ. ഞാൻ ഇപ്പോൾ ഗൺ സ്കിന്നാണല്ലോ, ഗൺ സ്കിൻ്റെ പോയി ഓഫാക്കട്ടെ കേട്ടോ. ഫബസ് അതൊക്കെ ഓഫാക്കി. ഇപ്പോൾ UMB ഓഫാക്കുക, MB40 ഓഫാക്കുക, MB5 ഓഫാക്കുക, UMB ഓഫാക്കട്ടെ. ഇനിയിപ്പോൾ ഇനി ഏതാ? M188 ഓഫാക്കുക, M10 ഓഫാക്കുക. അതോടൊക്കെ ഇല്ലേ? ഓക്കെ, അവന് ഞാൻ ഇൻവൈറ്റ് ചെയ്ത് നോക്കട്ടെ. എവിടെ ചെറുക്ക എവിടെ? ഇൻവൈറ്റ് ചെയ്തേക്കണം. എന്താ വാവ്, ഇവിടെ വാടാ. ഒന്നുകൂടി ഇൻവൈറ്റ് ചെയ്യട്ടെ. വന്നല്ലോ. ആഹാ, കുട്ടപ്പനായാലോ. അപ്പം ഇന്ന് കളിച്ചാലോ? ഗൺ സ്കിന്നൊന്നും ഓണാക്കിയിട്ടില്ലല്ലോ. എനിക്ക് പറഞ്ഞ വാക്കിന് വില ഉണ്ട് കേട്ടോ. ഓക്കെ, എന്ന് കളി സ്റ്റാർട്ട് ചെയ്യും, നമുക്ക് കാണാലോ ആര് ജയിക്കുന്നു. എൻ്റെ പിന്നാലെ വരാൻ നിൽക്കരുത് കേട്ടോ. അവനാണ് പോയി കില്ലെടുക്കുക, ആരെ കൂടുതൽ കില്ലെടുക്കാൻ നോക്കാം. ഓക്കെ,
ആ നോക്കിക്കോ, ഒരു ഗൺ സ്കിന്ന് പോലും ഓണാക്കിയത് കാണരുത് കേട്ടോ നീ അത്രയും വെല്ലുവിളിച്ചതല്ലേ. നീ കളിക്ക്. ഞാൻ എന്തായാലും ഈ സൈഡ് കയറി പോട്ടെ. ആയിക്കോട്ടെ, എനിക്ക് പറഞ്ഞ വാക്കിന് വിലയൊക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ കളി കാട്ടിത്തരാൻ നോക്കിക്കോ. എവിടെ എനിമീസ് എനിമീസിനെ കണ്ടാലോ അടിക്കാൻ പറ്റുക. അവന്മാരെവിടെ വന്നു കഴിഞ്ഞാൽ തലാടി പൊളിക്കുന്നു നോക്കും. ആയിക്കോട്ടെ, നീ കളിക്ക്. ഞാനും ഇവിടെ ഉണ്ട്. ആരും ജയിക്കാൻ നോക്കാലോ. എന്ത് മേത്തണ്ട കൊള്ളാത്ത. നേരെ ഫ്രണ്ടിലോട്ട് വാ. ഒന്ന് നോക്കായി. എടാ എന്ത് കുമ്മനാണ് അടിക്കണേ. എന്ത് പൊന്നാര കളിയാണ്. ഒന്ന് പോടാ. ഞാൻ നേരെ രീതിക്ക് കളിച്ചിട്ടോ. അതിൽ ഇത് കാട്ടിക്കണ്ടില്ലേ ജിമ്മി? എന്തായാലും കണ്ടത് ഹെഡ് ഷോട്ടിൽ തന്നെ നീ കണ്ടത് 249 ഹെഡാണ് കയറിയിട്ടാണ്. ഓക്കെ, ഞാൻ ഇപ്പോൾ വലിയ ഗാണ് A194ന്റെ സ്കിൻ ഉണ്ടാകും. ഞാൻ ഊരിക്കൊണ്ടിട്ടാണ് ആ കണ്ട് നീ എടുത്തോ. എന്നോടാരത് ഊരിടാൻ പറഞ്ഞത്? നീ പോയി പണി നോക്ക്, ഞാൻ തരത്തില്ല. ഒന്ന് പോടാർന്ന് പോയി കളിച്ച് ജയിച്ച് കെട്ടിത്തരാം. ഒരു കളി എൻ്റെ കുമ്മനടിച്ചിട്ട് കടന്ന് ഡയലോഗ് അടിക്കണമൊക്കെ. നീ കളി ജയിക്കണം. നീ കളി ജയിക്ക്, എന്നിട്ട് കാണാമല്ലോ നമുക്ക് ആര് ജയിക്കാന്നുള്ളത്. ഒന്ന് പോടാർന്ന് വായിച്ചാൽ വൈക്കുള്ളൂ. ഞാൻ എന്താ ചെയ്യാൻ മോനെ? ഞാൻ ഇരുന്ന് ഹെഡ് ഷോട്ടാണ് അടിച്ചത്. ഓക്കെ, അത് കാണാനുള്ളൊരു ബുദ്ധി പോലും നിനക്കില്ലല്ലോ. അയ്യേ നോയിക്കോ. എങ്ങനെ കളി ജയിക്കണം മോനെ എന്നാളൂ. നോക്കാലോ പ്രാന്ത്. എങ്ങനെയാണ് ഞാൻ പതുങ്ങി അടിക്കാന്നൊക്കെ മുന്നിക്ക് ചാടി വന്നിട്ടല്ലേ? ഒരു നാണമാനുണ്ടോ? ഒരു നാണമാനം. എടാ നിനക്ക് കളിക്കാൻ വയ്ക്കില്ല, എന്തിനാണ് എന്നെങ്ങനെ കുറ്റം പറയണത്? നിനക്ക് നാണമുണ്ടോ നേരെ കുറ്റം പറയാന്? നിനക്ക് കളിക്കാൻ വയ്ക്കില്ല, എന്തിനു എന്നെങ്ങനെ പറയണത്? എന്നാലും നീ കളിക്ക്, നീ കില്ലെടുക്കടാ, നീ കളി ജയിപ്പിക്ക്. എന്നാലും കളി രസം. നീ ഗൺ സ്കിന്നിൽ വല്ലാണ്ട് നന്നായി ചെയ്ത് കളിച്ചും ചെയ്തു. നീ ഇപ്പൊ ഇതിൽ കളിക്ക് മോനെ, കളിക്ക്. നിന്റെ കളി ഒന്ന് കാണട്ടെ. ഇതപ്പം നീ നോക്കായില്ലേ? നിന്നെ റിവൈവ് ചെയ്യണം നിന്നെ. പോടാ. ഓ, റിവൈവ് ഒന്നും ചെയ്യത്തില്ല അല്ലേ? സാരല്ല, കുഴപ്പമില്ല. എനിക്കും അവസരം വരുമല്ലോ. നീ എൻ്റെ മുന്നിൽ നോക്കാവ്. ഞാൻ നിന്നെ റിവൈവ് ചെയ്യാൻ ചെയ്തുതരാം കേട്ടോ. നിന്നെ ആ റിവൈവ് ചെയ്ത് കാട്ടിത്തരാം. എന്തായാലും സമയമുണ്ടല്ലോ, കളിയുണ്ടല്ലോ, ഇനി 2 കളിയുണ്ടല്ലോ. ഞാൻ നിനക്ക് കില്ലെടുത്ത് കാട്ടിത്തന്നാ പോരെ? കാട്ടിത്തരാം. ഓക്കെടാ, എനിക്ക് നീ കില്ലെടുത്ത് കാട്ടിത്തന്നത് മാത്രം മതി. എനിക്ക് ആ കില്ല് കണ്ടിട്ട് എനിക്ക് ചത്താലും വിഷയമല്ല. നീ ഗൺ സ്കിന്നിൽ വല്ലാണ്ട് നന്നായ രീതിക്ക് ആൾക്കാരെ അടിച്ചിടും, കളിയാക്കലും മറ്റും അങ്ങനെ പറയല്ലായിരുന്നു. നീ കളിയിൽ കാണിക്ക്. നീ കളി കാണിച്ചാലേ ഉള്ളൂ അതിൻ്റെ രസം ഉണ്ടാവുക മോനെ. നിന്റെ കളി ഒന്ന് കാണണം. ഞാൻ നോക്കായിക്കോട്ടെ, എനിക്ക് വിഷയമൊന്നുമില്ല. പക്ഷെ നീ കൂടുതൽ കില്ലെടുക്കണം. നോക്കായിക്ക് എത്ര അതിനെ കൊല്ല്. ആ, അത്രേ ഉള്ളൂ. എടാ ഞങ്ങള് കൊല്ലണം കാണാതെ നീ കളിക്കടാ. നീ കളിച്ചൊരു കില്ലെടുക്ക്. നീ പാകെടുത്ത ഒറ്റ കില്ലാണ്. അത് എന്റെ കൂമ്പാൻ അടിച്ചിട്ട് നീ കളിച്ച് കില്ലുണ്ടാക്കും മോനെ. നീ കളിച്ച് കില്ലുണ്ടാക്ക്. ആട് ഞാൻ കില്ലുണ്ടാക്കടാ. ഞാൻ കില്ലുണ്ടാക്കുന്ന കാട്ടിത്തരാം. ഞാൻ എന്റെ കളി എന്താന്ന് ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഇനി എന്തായാലും 2 കളി ഉണ്ടല്ലോ, 2 കളിയുണ്ട്. നിങ്ങളെല്ലാവരും നോക്കണം. എന്നിട്ട് ഞാൻ ഫുള്ള് പോയിട്ട് ആ സ്കോഡിനെ ഫുള്ള് വൈപ്പ് ചെയ്യണം. അതങ്ങനെ ഉണ്ടാവും, വെറൈറ്റി ആവൂലേ? അപ്പൊ തന്നെ 4 കില്ല്. നോക്കി സമയം കടക്കല്ലേ മോനെ, സമയം കടക്കല്ലേ. കളി കാട്ടിത്തരാ. ഞാൻ എന്റെ കളി എന്താന്ന് കാട്ടിത്തരാൻ. നീ കൊറേ നേരമാണ് കളി കാട്ടിത്തരാറട്ടെ. ഇതോടെ എനിക്ക് നേരമാണ് കളി ഒരു മനസ്സിലായിട്ടില്ല നിന്റെ കേട്ടോ. ഒന്ന് കളിച്ച് കാട്ടി താട്ടറാ. എന്തുവാടാ ഇങ്ങനെ നീ? ഇനി നോക്കിക്കോ. ഇനി നോക്കതാ. അയ്യോ നിക്ക് സൈഡ് റിപ്പോർട്ടാകും. അവരെ ഇവ ചെറുക്കനെ അടിക്കട്ടെ ഞാൻ. അയ്യോ എടാ അടിക്കടാ. ലാസ്റ്റ് കളി, ലാസ്റ്റ് റൗണ്ട്. നീ കളി എന്ത് കാട്ടാനാ? നീ കളി എന്താട്ടാ? നിനക്ക് നീ ഇപ്പൊ നോക്കാം. ഞാൻ നോക്കായിക്കോട്ടെ, സമ്മതിച്ചു. നിന്റെ കളിയൊന്നും കാണുന്നില്ല കേട്ടോ. നീ കളിക്കണം. നീ വളരാനായിക്കോളൂ. നീ എന്താന്ന് അറിയില്ല, ഫയറിൽ അടിക്കുമ്പോൾ എനിവിന് മേത്ത് കൊള്ളുന്നില്ല. ഇത് തേങ്ങയാണ് പ്രാന്ത്. അതാണ് ഞാൻ പറഞ്ഞത്, നിനക്ക് ഗൺ സ്കിന്നില്ലാണ്ട് കളിക്കാൻ വയ്ക്കത്തില്ല. ഇപ്പൊ നിനക്ക് പറയാൻ മനസ്സിലായില്ലേ? അതിന് ഗൺ സ്കിന്നില്ലേ? ഗൺ സ്കിന്ന് വേണം കേട്ടോ. നിനക്ക് ഗൺ സ്കിന്നില്ല. ഓക്കെ, നീ ഗൺ സ്കിന്നിന്റെ പവർ കൊണ്ടാണ് നീ കളിച്ചത്. എടാ ഇപ്പോഴേലും നിനക്ക് മനസ്സിലായില്ലടാ. ഗൺ സ്കിന്നിലൊന്നും കളിക്കാൻ വയ്ക്കത്തില്ല എന്ന് ഞാൻ ചുമ്മാ പറഞ്ഞ തന്നെയാണ്. എന്റെ താരം പറഞ്ഞിട്ടൊന്നുമല്ല. ഞാൻ നിന്നെ വെറുതെ ചുമ്മാ ചലഞ്ച് ചെയ്തതല്ലേ. നിനക്ക് ഗൺ സ്കിൻ ഇല്ലാണ്ട് നീ വലിയ ഇതൊക്കെ കളിക്കുന്നൊക്കെ ഞാൻ കരുതി. പക്ഷെ കളിച്ചില്ലേ. അയ്യേ ഒന്ന് പോടാവുന്നു. ഞാൻ കളിച്ചൊക്കെ ചെയ്തോട്ടോ. എനിക്ക് നേരം എനിമി എന്റെ മേത്ത് കൊണ്ടില്ല, അതാണ്. അല്ലേലൊക്കെ ഞാൻ അടിപൊളിയായി കളിച്ചായിരുന്നു. ഓ നീ വലിയ ആള് വന്നു. നീ ഇപ്പൊ എത്ര കില്ലെടുത്ത്? എടാ എന്തായാലും ഞാൻ നിന്നെക്കാട്ടിൽ കൂടുതൽ കില്ലെടുത്തേക്കണു. എന്തായാലും എനിക്ക് കേട്ടാ പോരെ. നിന്നെക്കാട്ടിൽ കൂടുതൽ ഞാൻ കില്ലെടുത്തേക്കണു. ഓക്കെ നീ എന്തായാലും ഇതില്ലേ
ആർത്തും പറയാൻ നിൽക്കരുത് കേട്ടോ, പ്ലീസ് കേട്ടോ, ആർത്തും പറയരുതേ. ആർത്തും പറയരുത് എന്നോ? എനിക്കൊന്ന് ആലോചിക്കണം, ഞാൻ ആലോചിക്കട്ടെ കേട്ടോ, ഉറപ്പില്ല. എടാ അളിയെ ചതിക്കല്ലേ കേട്ടോ, ചതിക്കല്ലേ.